കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട് അദ്ദേഹം ഒരുങ്ങി നിൽക്കുന്നത് കളഭാലങ്കാരത്തിൽ നോക്കണ്ടേ? നമുക്ക് പോയി നോക്കാം. ഇന്നലെ ഇപ്പോൾ തൃപ്രയാർ ഏകാശിയായിട്ട് ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയൊക്കെ ഇരുന്നു. ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ? നമുക്കങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദക്ഷിണം ചെയ്ത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതേപോലെ ആ കേശവൻ്റെ 2 കൊമ്പുകളൊക്കെ കണ്ട് അതിൻ്റെ നടുക്കുള്ള ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് പതുക്കെ അങ്ങോട്ട് വാതിൽപ്പടി കയറാം. വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ ആ കെടാവിളക്കും കാണാം. വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് ഒന്ന് നരസിംഹസ്വാമിയെ ഒന്ന് മനസ്സിൽ സ്മരിക്കാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തു രസമായിട്ടാണെന്ന് അറിയുമോ? നിറയെ സ്വർണ്ണപ്രഭ ഇങ്ങനെ കാണുന്നു. സ്വർണത്തിൻ്റെ വെള്ളിയുടെയൊക്കെ വിളക്കിലിങ്ങനെ നെയ്യ് ഒഴിച്ചിങ്ങനെ കത്തിക്കുമ്പോൾ ആ ദീപത്തിൻ്റെ പ്രഭ അങ്ങനെ ഭഗവാന്റെ മേലുള്ള സ്വർണത്തിൻ്റെയൊക്കെ അതിങ്ങനെ നമ്മളെ കണ്ണിലേക്ക് എത്തുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കാണാനുള്ളത് കാൽപാദങ്ങൾ കാണാണ്ട് ഉണ്ണിയുടെ അങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ചെറിയൊരു ഉണ്ണിയാണ്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പയൊക്കെ കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിച്ചെന്ന് തോന്നുന്നു. ഇന്നത്തെ നേദ്യമൊക്കെ നന്നായിട്ട് കഴിച്ചെന്ന് തോന്നുന്നുണ്ട്. വെണ്ണയൊക്കെ കഴിച്ച ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ അരമണിയും കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ആ കിങ്ങിണി ആ കുമ്പട മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്, ഞാന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ വലത്തെ കയ്യിൽ ഒരു വെണ്ണ ഉരുളുണ്ട്, ഇടത്തെ കയ്യിൽ തൻ്റെ പൊന്നോടക്കുഴലും ഉണ്ട്. അതും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാലോ നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നല്ല തേജസ്സോട് കൂടിയിട്ടാണ് ആ ഗോപീതിലൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ എന്താ അവസ്ഥ വെച്ചാലേ ഇന്നിപ്പോൾ ആ ചിരിക്ക് 2 അർത്ഥമുണ്ട്. ഒന്ന് വെണ്ണ കിട്ടി എന്നുള്ളതും പിന്നെ തന്നെ കാണാൻ ഇന്നിപ്പോൾ ഒരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ടേ. ആരാ? ഇന്നത്തെ വന്ന ആൾ നമ്മുടെ കൂത്ത് തുടങ്ങായി, അങ്കുലീയാങ്കം കൂത്ത് തുടങ്ങായി ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി അങ്ങനെ ആ സോപാനപ്പടിയിൽ ഇങ്ങനെ കയറി നിന്ന് ആ മണി ഇങ്ങനെ അടിച്ച് ആ ഗുരുവായൂരപ്പനെ ഇങ്ങനെ വിളിക്കുകയാണ്. ആ ഗുരുവായൂരപ്പൻ അപ്പം നേരിട്ട് ഇങ്ങോട്ട് വരിക. അതാണ് ആ ഉണ്ണിയുടെ ആ ഒരു കാഴ്ച. ഇന്നിത്ര തിളക്കം. ഹനുമാൻ സ്വാമി തന്നെ കാണാൻ വന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. മറ്റേത് ഭക്തരൊക്കെ വരുന്നു. ഈ ഭക്തൻ എപ്പോഴെങ്കിലും അല്ലേ വരുള്ളൂ, കൊല്ലത്തിലൊരിക്കലേ വരുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. ബാക്കി ഏത് നേരം രാമ 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 എന്ന് വിളിക്കുന്നല്ലാതെ ഇദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാണ് മാറിയിട്ടെന്ന് വന്ന ദിവസമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്കുലീയാങ്കം കൂത്ത് തുടങ്ങിയതാണ്. അപ്പം അങ്കുലീയാങ്കം കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ ഞാൻ പറയണമെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മണ്ഡലകാലത്തിൽ 12 ദിവസം ആണ് നമ്മുടെ കൂത്തമ്പലത്തിൽ ഹനുമാൻ വേഷധാരിയായിട്ട് അങ്ങനെ കൂത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ രാമകഥ പറയുക ചെയ്യുക. അപ്പോൾ ആ രാമകഥ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു വിശിഷ്ടത എന്താണെന്ന് വെച്ചാൽ ആ മേൽവസ്ത്രം എടുത്തിട്ട്, അതായത് നമുക്ക് ആർക്കും മേൽവസ്ത്രം അണിഞ്ഞ് ഗുരുവായൂരപ്പനെ കാണാൻ പാടില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ഹനുമാൻ വേഷധാരിയായിട്ട് വരുന്ന ആൾക്ക് ആ സോപാനപ്പടിയിൽ കയറി നിന്ന് ആ മണി അടിച്ച് ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു 12 ദിവസത്തിലുള്ള ആ കൂത്തിൽ മാത്രമാണ്. നമ്മളെ കൂത്തമ്പലത്തിലാണ് ആ കൂത്ത് നടക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സമയമാണിപ്പോൾ. അതാണ് ഇത്രയും വിശിഷ്ടമായ ഒരു സമയം എന്ന് പറയാം. അത് ചെയ്യുന്നത്, അതായത് അത് അവതരിപ്പിക്കുന്നത് കുട്ടഞ്ചേരി സംഗീത ചാക്യാരാണ്. ഇന്നിപ്പോൾ പന്തീരടി പൂജയ്ക്ക് മുൻപാണ് അതൊക്കെ. എന്നിട്ട് അവിടുന്ന് ദീപം എടുത്തിട്ടാണ്
നമ്മുടെ കൂത്തമ്പലത്തിൽ വന്നിട്ട് അത് കത്തിക്കുക, ദീപം പകർത്തുക. എന്നിട്ട് അവിടെയാണ് ആ ചടങ്ങുകളൊക്കെ നടക്കുക. അപ്പോൾ ഇനി എല്ലാവരും വരുന്ന ആളുകളൊക്കെ ആ കൂത്ത് ശ്രദ്ധിച്ചോളൂ. കാരണം വളരെ അപൂർവമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന, വർഷത്തിൽ ഉള്ള 12 ദിവസം മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഏതായാലും ഇതൊന്ന് വേറെ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേറെ വീഡിയോ ആവണ്ട, ഇത് കൂടെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേൾക്കുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കേൾക്കുക. അതുപോലെ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ, എല്ലാവരിലേക്കും എത്തിക്കോട്ടെ. അങ്കുലീയാങ്കം കൂത്തിൻ്റെ കാര്യവും നമ്മുടെ ഉച്ചപൂജയും ഒക്കെ. അങ്ങനെ അപ്പോൾ ആ ഒരു ഹനുമാൻ സ്വാമി വന്നത് കാരണം ഇന്ന് വളരെ സന്തോഷത്തിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ തെച്ചിയും വെളുത്ത പൂവായിട്ടൊന്നും, തെച്ചിയും വെളുത്ത പൂവും തുളസിയും കൂടി ആയിട്ടുള്ളത്, അങ്ങനെ 2 തിരുമുടിമാലകൾ. പിന്നെ വലിയൊരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വനമാല പോലെയാണ്, തെച്ചി കൂടുതലും തുളസി അങ്ങനെയായിട്ടുള്ള ആ ഒരു വനമാല. പിന്നെ 3-4 മുകളിൽ വിധാനമായിട്ട് 3-4 ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാലയുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ഭഗവാനെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ, ആ വെണ്ണക്കണ്ണനെ കണ്ടോളൂ. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എന്നെ എപ്പോഴാണോ കേൾക്കുന്നത് ആ സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണെന്ന് ഞങ്ങളുടെ മനസ്സുകൊണ്ട് വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന അതേ ഫലം നമുക്ക്, ഫലസിദ്ധി നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവിടെ രാവിലെ ഉഷപൂജയുടെ സമയത്തൊക്കെ ഗണപതി ഹോമം നടത്തുന്നതും അതേപോലെ ഭഗവാന് വേണ്ട നിവേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാന വിശിഷ്ടമായ ഹനുമൽ സാന്നിധ്യമൊക്കെ ഉള്ള, ഗണപതി സാന്നിധ്യമൊക്കെ ഉള്ള സ്ഥലമാണ് തിടപ്പള്ളി. അപ്പോൾ അവിടെ നമ്മൾ പോയി എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് തൊഴണം. പിന്നെ നമ്മൾ കാണുന്നത് ആലിലക്കണ്ണനെയാണ്. ആലിലക്കണ്ണനെ കണ്ട് തൊഴുക. പിന്നെ അങ്ങനെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശനെ കണ്ട് വന്ന് തൊഴുത് എല്ലാവരും തൊഴുതോളൂ കേട്ടോ, പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കണ്ടു തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ ആ അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ നരസിംഹം, ഉഗ്രരൂപമായ ആ നരസിംഹം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് കണ്ട് പിന്നെ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നീട് അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല വെളിച്ചത്തിൽ ഇങ്ങനെ സ്വർണ്ണ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. അതൊക്കെ കണ്ട് പിന്നെ നൃത്താറയിലും മണിക്കിണറും അതേപോലെ കുറൂരമ്മയും നാരദരും
വസുദേവരും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ടു തൊഴുത് വടക്കേ നടയിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. എന്നിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് എത്തിയ അമ്മയെ കാണുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പഞ്ചാക്ഷരി മന്ത്രം നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമ്മൾ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ നമസ്കരിക്കുക. പിന്നെ കൂത്തമ്പലത്തിൽ കൂത്ത് നടക്കും, അതിങ്ങനെ കാണാം. അവിടെ നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് എത്തുക, അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് അങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ആ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വന്ന് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. കൂടെ അങ്കുലീയാങ്കത്തിനെ പറ്റിയിട്ടും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.